ഏപ്രിലിൽ ഹമാസിന്റെ ഭീകരർ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി നടത്തിയ ഭീകരാക്രമണം നടന്നിട്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കോപത്തിൽ എരിഞ്ഞടങ്ങുന്നത് ഗസയിലെ പാലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോ അവിടെ നിന്നും അൽ ജസീറ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിലൊരു പിതാവ് തന്റെ 2 മക്കളുടെയും മരണം കണ്ട് പകച്ചു നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പുലമ്പുകയാണ്, ആർത്ത് കരയുകയാണ്. അയാളുടെ വേദന നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. 20 വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു എന്റെ പൊന്നു മക്കളെ, എന്നിട്ട് നിങ്ങളെ ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു. എന്നെ കൂടി വിളിക്കൂ എന്റെ ദൈവമേ എന്ന് കിടന്ന് യാചിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് രക്ഷപ്പെടാൻ പിടയുന്ന ആ മനുഷ്യന്റെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുവാൻ മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് എങ്ങനെ സാധിക്കും? ഇത് യുദ്ധമുഖങ്ങളിലെ ഒരു സാധാരണ സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുവാൻ എനിക്കോ നിങ്ങൾക്കോ ഈ യുദ്ധം നടത്തുന്ന അധമന്മാർക്കോ സാധിക്കുന്നതല്ല. കാരണം എന്തിന്റെ പേരിൽ തന്നെ ആയിരുന്നാൽ തന്നെയും, ഏത് നീതിയുടെ, ഏത് ഭൂമിയുടെ, ഏത് അതിർത്തിയുടെ പേരിലായിരുന്നാൽ തന്നെയും ഒരു യുദ്ധവും ന്യായീകരിക്കപ്പെടുന്നില്ല. കാരണം അതൊന്നും അറിയാത്ത മനുഷ്യരുടെ മനസ്സുകളിൽ വൃണങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊന്നും അറിയാത്ത മനുഷ്യരെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അകറ്റുന്നു. ഈ വീഡിയോയിൽ കരച്ചിലടക്കാനാകാതെ തന്റെ ഭാഷ തന്നെ മറക്കും വിധത്തിൽ ഒരു സഹോദരൻ സ്വന്തം അനിയനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും അയാൾ അവനോട് ക്ഷമ ചോദിക്കുന്നത്? വരാൻ പോകുന്ന വിപത്തിൽ നിന്ന് സ്വന്തം അനിയന് സംരക്ഷണം ഒരുക്കാൻ കഴിയാതെ പോയ തന്റെ ദൗർബല്യത്തെ ഓർത്ത് അയാൾ സ്വയം പഴിക്കുന്നതാണോ ആ ക്ഷമയാചനകൾ എന്ന് നമുക്കറിയില്ല. അഹമ്മദ് എന്നോട് ക്ഷമിക്കൂ അനിയ, അഹമ്മദ് എന്നോട് ക്ഷമിക്കൂ എന്ന് വിളിച്ചു പറയുന്ന അവന്റെ ചുണ്ടുകൾ ഇടറുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യുദ്ധങ്ങൾ കണ്ട് ശീലമുള്ളവരല്ല നമ്മൾ മലയാളികൾ. എന്നാൽ ഗസയിൽ താമസിക്കുന്നവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ ദിനം പ്രതി യുദ്ധങ്ങളെ, മിസൈലുകളെ, വെടിയുണ്ടകളെ, ബോംബ് സ്ഫോടനങ്ങളെ നേർക്കുനേർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. നിരന്തരമായ ഈ അസ്വസ്ഥതകൾ അവിടെ എന്തുകൊണ്ടാണ് കുറയുന്നത്? അതിന് പിന്നിലുള്ളത് യുദ്ധമല്ല, യുദ്ധക്കൊതിയാണ്, കച്ചവടക്കൊതിയാണ്. ഈ കച്ചവടക്കൊതി അമേരിക്കൻ മുതലാളിത്തത്തിന്റെ മടകളിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല. അഭയാർത്ഥി ക്യാമ്പിനു മേലെ നടന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചത് 18 പാലസ്തീനികളാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ചു മുന്നേ നമ്മൾ കണ്ട വീഡിയോയിൽ സ്വന്തം അനിയന്റെ മൃതശരീരത്തിൽ കൈകൾ ചേർത്ത് വെച്ച് വിലപിക്കുകയായിരുന്ന ആ പാലസ്തീനിയൻ യുവാവുണ്ടല്ലോ, അവന്റെ അടുത്ത് തന്നെ അവരുടെ അമ്മയും ഉണ്ട്. തനിക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ല ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ മുതലാളിത്ത യുദ്ധക്കൊതിയിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ, തനിക്ക് മുന്നിൽ കൊല ചെയ്യപ്പെട്ട് വീണ സ്വന്തം പിഞ്ചോമനിയുടെ മൃതശരീരത്തിലേക്ക് ഒരു നോക്കുപോലും പായിക്കുവാനാകാതെ അവന്റെ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ കണ്ടു നിൽക്കാനുള്ള മനക്കട്ടിയില്ലാതെ നിന്ന് വിറയ്ക്കുന്ന ആ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ അമ്മമാരെ പോലെ, നമ്മുടെ എല്ലാ മാതാപിതാക്കളെ പോലെ ആ അമ്മ പറയുന്നുണ്ട്, എന്റെ മകന് ഉച്ചഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു, അവന് വിശക്കുന്നുണ്ടായിരുന്നു, അവനൊന്നും കഴിച്ചില്ലല്ലോ. അവരുടെ ആ വിലാപം അത് കേൾക്കേണ്ടത് ലോകത്തുള്ള ഓരോ മനുഷ്യ കീടങ്ങളിലും ഒന്ന് എന്ന നിലയിൽ നമ്മളുടേത് കൂടിയായ ഉത്തരവാദിത്വമാണ്. എന്ന് അവസാനിക്കും ഈ യുദ്ധക്കെടുതികൾ? എന്ന് അവസാനിക്കും പാലസ്തീന്റെ നൊമ്പരം? എന്ന് അവസാനിക്കും ഗസ എന്ന തുറന്ന ജയിലിലെ നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരുടെ എല്ലാം കണ്ണീർ കണങ്ങൾ? എന്ന് അവസാനിക്കും അതിർത്തിക്ക് വേണ്ടി, അധികാര പ്രവർത്തതയ്ക്ക് വേണ്ടി, രാഷ്ട്രീയ അരാജകത്വത്തിന്റെ വേണ്ടി ഓരോ പുൽക്കൊടിയോടുമുള്ള കാരുണ്യം കണ്ടില്ലെന്ന് നടിക്കുന്ന, രാഷ്ട്രീയമായി സ്വന്തം അധികാര കസേര സംരക്ഷിക്കുന്ന ഈ മനുഷ്യരുടെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ, മനുഷ്യന്റെ രക്തം കൊണ്ടുള്ള നാടകങ്ങൾ, അത് എത്രയും വേഗത്തിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്ത നാളുകളിൽ ഗസയിൽ നിന്നും പാലസ്തീനിൽ നിന്നും വരുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകളിലെല്ലാം നമുക്ക് കാണാനുള്ളത് അതെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു എന്നതാണ്. മനുഷ്യന് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കൊടുക്കാതെ അവിടെയുള്ള സാധാരണക്കാരായ സിവിലിയൻസായ മനുഷ്യർക്കുമേൽ അഗ്നിവർഷം നടത്തുകയാണ് ഇസ്രായേൽ അതിന്റെ കൊടും രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ. മിസൈൽ ആക്രമണങ്ങളിൽ, ബോംബ് വർഷിക്കലുകളിൽ മനുഷ്യ ശരീരം പച്ചയ്ക്ക് ജീവനോടെ കത്തി അമരുകയാണ്.
സ്വന്തം കൂടപ്പിറപ്പിന്റെ, സഹോദരത്തിന്റെ, മാതാപിതാക്കളുടെ എല്ലാ മരണം തൊട്ടു മുൻപിൽ കാണേണ്ടി വരുന്ന ദുരവസ്ഥയിലൂടെയാണ് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു ഗസ കടന്നു പോകുന്നത്. ചരിത്രത്തിന്റെ ഒരു വലിയ കാലഘട്ടം തന്നെയുണ്ട് ഗസയിലെയും പശ്ചിമേഷ്യയിലെയും ഇസ്രായേലിലെയും പാലസ്തീനിലെയും ഒക്കെ ആക്രമണങ്ങൾക്ക്. അധികാര പ്രമത്തതയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ മനുഷ്യൻ ചെയ്തു പോന്ന ഇത്തരം ആക്രമണങ്ങളിൽ നിരാലംബരായ മനുഷ്യർ എന്നും എരിഞ്ഞടങ്ങിയിട്ടാണുള്ളത്. ഇനിയെങ്കിലും അതിന് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു ആധുനിക മനുഷ്യന്റെ പരിവേഷം എടുത്ത് സ്വന്തം തലയ്ക്കുമൂൽ വെക്കുവാനുള്ള ഒരു അവകാശം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. ഇസ്രായേലും പാലസ്തീനിലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ലോകത്തിന് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ച് കൈകെട്ടി മാറി നിൽക്കുന്ന ഓരോരുത്തരും ഈ യുദ്ധത്തിന്റെ കെടുതികൾക്ക് കാരണക്കാരാണ്. ഈ യുദ്ധം ഇപ്പോഴും തുടരുന്നതിന്റെ കാരണക്കാരാണ്. ഇത് എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുവാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തങ്ങളാൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആർജവം ഉണ്ടായി വരട്ടെ എന്ന് ആശിക്കാം.